എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിൽ തന്നെ പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട അവർക്കഥ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനമായി നൽകാം. +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോം ഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് പറയാൻ വരുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് നെയിം ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ, അത് നിങ്ങളുടെ എക്സാമിൻ്റെ പേരും ആ എക്സാമിൻ്റെ വർഷവുമാണ് ഉദ്ദേശിക്കുന്നത്. സെൻറ്റർ നമ്പർ ആൻഡ് നെയിം. സെൻറ്റർ നമ്പർ എന്ന് പറയുന്നത് അത് നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂൾ ഉണ്ടാവുമല്ലോ, ആ സ്കൂളിൻ്റെ നെയിമും ആ സ്കൂളിൻ്റെ ഒരു സെൻട്രൽ നമ്പറും ഉണ്ടാവും. അത് സ്കൂളുകാരോട് ചോദിച്ച് നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. ഇപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂള് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായ്നൂർ എന്നാണെങ്കിൽ ആ സ്കൂളിന് എന്ത് ചെയ്യും, ഒരു സെൻറ്റർ നമ്പർ കാണും. ആ സെൻറ്റർ നമ്പർ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് അവിടെ നിന്ന് എഴുതേണ്ടതാണ്. സ്ട്രീം ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് സ്കൂളിൽ ചെന്ന് പഠിക്കുന്നവർ ഹയർ സെക്കൻഡറി എന്നും, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ, ആർട്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നെങ്കിൽ അങ്ങനെ, വൊക്കേഷണലൈസ്ഡ് VHSC ഒക്കെ ആണെങ്കിൽ അങ്ങനെ കൃത്യമായി എൻ്റർ ചെയ്യുക. ഈക്വലൻസി ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി കൊടുക്കുക, സയൻസ് ഓർ കൊമേഴ്സ് ഓർ ഹ്യൂമാനിറ്റീസ് ഓർ അതേഴ്സ്. അപ്പോൾ അതൊക്കെ അവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനി കാറ്റഗറി സ്കൂൾ ഗോയിങ്, അതുപോലെ തന്നെ സ്കൂൾ കേരള, കമ്പാർട്ട്മെൻറ്റൽ, ലാറ്ററൽ എൻട്രി. ഇപ്പം നോർമലി സ്കൂളിൽ ചെന്ന് പഠിച്ചവരാണെങ്കിൽ സ്കൂൾ ഗോയിന്നും, സ്കൂൾ കേരള വിഭാഗമാണെങ്കിൽ അങ്ങനെ, കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങളിൽ ഉള്ള വിദ്യാർത്ഥികളുടെയൊക്കെയാണ്. അപ്പോൾ മുൻവർഷങ്ങളിലെ സപ്ലൈ ഉള്ള വിദ്യാർത്ഥികളുടെ, ലാറ്ററൽ എൻട്രി ഉള്ളവർ അങ്ങനെ. സ്കീം എന്ന് പറയുന്നിടത്ത് ഈ 2026 ഈ വർഷം റിസൾട്ട് വന്ന വിദ്യാർത്ഥികളാണ്, 2026 റിസൾട്ട് വന്ന വിദ്യാർത്ഥികളാണ് ന്യൂ സ്കീം എന്നതിൽ ടിക്ക് ചെയ്യേണ്ടത്. എന്നാൽ 2025 വരെയുള്ള വിദ്യാർത്ഥികൾ ഓൾഡ് എന്ന സ്കീമിലേക്കാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്ന് കൊടുക്കുക. അവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെ റിലീജിയൻ ആൻഡ് കാസ്റ്റ്, നിങ്ങളുടെ റിലീജിയനും കാസ്റ്റും എൻ്റർ ചെയ്യുക. കമ്മ്യൂണിറ്റി SC ആണെങ്കിൽ അങ്ങനെ, ST ആണെങ്കിൽ അങ്ങനെ, OEC ആണെങ്കിൽ OBC ആണെങ്കിൽ, ജനറൽ മറ്റ് വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അതേഴ്സ് എന്ന ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് എന്നതിൽ ടിക്ക് ചെയ്ത് വരേണ്ടതാണ്. ഇനിയിപ്പം നമുക്ക് നോക്കാം, ഡീറ്റെയിൽസ് ഓഫ് പാസിംഗ് SLC ഓർ ഈക്വലൻ്റ് എക്സാമിനേഷൻ, അഡ്മിഷൻ നമ്പർ, സ്കൂൾ കേരള, KSLMA രജിസ്ട്രേഷൻ നമ്പർ. അതായത് നിങ്ങൾ SLC പാസ്സായ മാസം, വർഷം, രജിസ്റ്റർ നമ്പർ. ഡീറ്റെയിൽസ് ഓഫ് ലാസ്റ്റ് അപ്പിയറിംഗ് ഓഫ് ദ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സബ്ജക്റ്റ് അപ്പിയറിംഗ്. അതായത് നിങ്ങളുടെ ഇതിവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹയർ സെക്കൻഡറി പരീക്ഷ, നിങ്ങൾ ലാസ്റ്റ് എഴുതിയ ഹയർ സെക്കൻഡറി പരീക്ഷയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അതായത് നിങ്ങൾ കഴിഞ്ഞ തവണ എഴുതിയ +2ൻ്റെ മെയിൻ എക്സാം ഇല്ലേ, ആ മെയിൻ എക്സാം നടന്ന മാസം, വർഷം, മാസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസമായിരുന്നു. പിന്നെ അവിടെ ഇയർ 2026, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുക. ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് അപ്പിയറിംഗ് ആണ്. അതായത് നിങ്ങൾ എത്ര സബ്ജക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, സപ്ലൈ ആയിട്ടും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നോ ആ സബ്ജക്റ്റുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജാണ്. ഇവിടെ മലയാളം, തമിഴ്, കന്നഡ എന്ന് കാണിക്കുന്നത്. നിങ്ങൾ ആ സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ഭാഷയിലാണോ ആ സബ്ജക്റ്റ് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്, മലയാളമാണെങ്കിൽ മലയാളം, തമിഴ്, കന്നഡ അങ്ങനെയുള്ള രീതികളിലേക്ക് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പോഴത്തെ ഡീറ്റെയിൽ ഓഫ് പ്രീവിയസ് അപ്പിയറൻസ്, അതായത് നിങ്ങൾ എന്ത് ചെയ്തു, മുൻപ് പരീക്ഷ നിങ്ങൾ മാർച്ച് മാസം എഴുതിയ പരീക്ഷയുടെ പ്രീവിയസ് അപ്പിയറൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്, വിഷയങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. സബ്ജക്റ്റ്, രജിസ്റ്റർ നമ്പർ. ഡീറ്റെയിൽസ് ഓഫ് റിമേക്റ്റഡ് ഫീ, ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈ ഭാഗം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഈ ഭാഗം വിദ്യാർത്ഥിയുടെ ഭാഗത്തേക്കുള്ളതല്ല. ഇത് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ പൂരിപ്പിച്ചോളും. എക്സാമിനേഷൻ ഫീസ്, സർട്ടിഫിക്കറ്റ് ഫീസിൻ്റെ ഇപ്പം നെയിം ഓഫ് ട്രഷറി, ചലാൻ നമ്പർ, റെസിപ്റ്റ് നമ്പർ, അതെല്ലാം നിങ്ങളുടെ സ്കൂളുകാരാണ്. ഇപ്പം നിങ്ങളെ പൈസ മേടിച്ചിട്ട് അധ്യാപകർ നിങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധമായ ഡീറ്റെയിൽസും പൈസയും സഹിതം ട്രഷറിയിൽ അടയ്ക്കാനുണ്ട്. അവിടുന്ന് ലഭിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങളുടെ സ്കൂളുകാർ തന്നെ ചെയ്തോളും. ആ ഭാഗത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധപ്പെടുന്നു. ഇനി അടുത്തിട്ട് നോക്കാം, ഹാവ് യു ബീൻ ഗ്രാൻഡഡ് എഡ്യൂക്കേഷണൽ കൺസെഷൻ ഫ്രം SC/ST ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള
ആനുകൂല്യങ്ങൾ SC ST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റുകൾ വകുപ്പിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾ എസ് എന്ന് കൊടുക്കുക, ഇല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. ഇൻ ദ കേസ് SC ST OEC OBC സ്റ്റുഡൻസ് സ്റ്റേറ്റ് വെദർ ദ പ്രസൻറ്റ് അപ്പിയറൻസ് ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. അവിടെ ഈ ഭാഗം എന്തെന്ന് ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായും കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതെനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ട് അടുത്ത് നോക്കാം. ഇഫ് സെക്കൻഡ് സ്റ്റേറ്റ് വെദർ വിത്തിൻ കണ്ടിന്യൂ ഇൻ പ്രീവിയസ് 2 years. ഈ 2 ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായ രീതിയിൽ ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് ഞാൻ ഈ 2 ചോദ്യത്തിന് ഉത്തരം ഇവിടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുന്നതായിരിക്കും. പിന്നെ ഡിക്ലറേഷൻ ആണെങ്കിൽ നെയിം ഓഫ് സിഗ്നേച്ചർ ഓഫ് ദ സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് സിഗ്നേച്ചർ സ്റ്റുഡൻറ്റ് ആൻഡ് പാരൻറ്റ്, സർട്ടിഫിക്കറ്റ്, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് ക്ലാസ് ടീച്ചർ, നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പ്രിൻസിപ്പൽ, അതൊക്കെ അവർ ചെയ്തോളും. പിന്നെ പ്ലേസ്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ ഈ അവസാനത്തെ 2 ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അത് ഞാൻ നോക്കിയിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത. ഫോളോ സബ്സ്ക്രൈബ് ഫോർ ദ ഫോർ വാച്ചിങ്. ബൈ.